ഈ കാലഘട്ടത്തിലെ യുദ്ധം എന്ന് പറയുന്നത് കേവലം ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധമല്ല, അത് കൃത്യമായി തന്നെയും അടിസ്ഥാനപരമായി വാണിജ്യത്തിലും നമ്മുടെ എക്കണോമിക്സിലും ബേസ് ചെയ്തിട്ടുള്ള യുദ്ധം തന്നെയാണ്. ആ യുദ്ധം അപ്രകാരം ചെയ്യാൻ പറ്റുന്നവർക്കാണ് കൂടുതൽ നാൾ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാനും ഒരു അസിമെട്രിക്കൽ യുദ്ധം, ഒരു ഏകപക്ഷീയമല്ലാത്ത രീതിയിൽ രണ്ട് സൈഡുകൾ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് സൈനികമായ ശേഷി കുറവാണെങ്കിൽ കൂടിയും മറ്റൊരു വലിയ സൈനിക ശേഷിയുള്ള രാജ്യത്തെ പോലും തറപറ്റിക്കാൻ പറ്റുന്ന രീതിയിൽ യുദ്ധം ചെയ്യാമെന്നുള്ള സാധ്യതയുള്ളൂ. അവിടെയാണ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്നൊക്കെ പറയുന്ന സംവിധാനത്തിലൊക്കെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കുറഞ്ഞു വരുന്ന സൈനിക ശേഷിയെ പോലും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അമേരിക്ക പോലെ ഒരു വലിയ രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ തക്ക അവരെ ഈ പറയുന്ന യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ള ഒരു സാധ്യത ഇറാൻ അതിൻ്റെ കരുത്തായി അന്നു മുതലേ ഹോർമസ് എന്ന് പറയുന്ന കടലിടുക്ക് കണ്ടിട്ടുണ്ട്. ഇതിനോടുള്ള സാമീപ്യവും കടലിടുക്കിലുള്ള ഇറാൻ്റെ മിസൈലുകൾക്ക് ആ കടലിടുക്കിനെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയും ഒക്കെയുണ്ട്. ഈ ഹോർമസ് അതുപോലെ തന്നെ നമ്മുടെ ലോകത്തെ ചലിപ്പിക്കുന്ന എണ്ണയുടെ പ്രധാനപ്പെട്ട ഒഴുക്ക് നിയന്ത്രിക്കുന്ന ഒരിടമാണ്. ഒരു 33 കിലോമീറ്റർ മാത്രം ചിലയിടങ്ങളിൽ വീതിയുള്ള ഈ കടലിടുക്ക് അതാണ് ഈ ചലിപ്പിക്കുന്ന എണ്ണ എത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്നത് ആരാണോ ആ നിയന്ത്രണം ഈ പറയുന്ന രീതിയിൽ ഈ യുദ്ധത്തെ വലിയ രീതിയിൽ മാറ്റി തീർക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എത്ര തന്നെ ആക്രമണങ്ങൾ ഇറാനിൽ ഏതിടങ്ങളിൽ നടത്തിയാൽ പോലും, ആരെയൊക്കെ പല രീതിയിലുള്ള ആക്രമണങ്ങളോട് ഇല്ലാതാക്കിയാൽ പോലും ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ കടലിടുക്കിൽ ഉണ്ടാകുന്ന ഈ ത്രെട്ടിനെ മറികടക്കാനുള്ള ഒരു സാധ്യതയും എങ്ങനെയാണ് കുരുക്കഴിക്കുക എന്നുള്ളത് ഇന്നും അമേരിക്കയ്ക്ക് വലിയ തലവേദന. അതിൽ അമേരിക്കയ്ക്ക് ഒരു പാളിച്ച പറ്റുകയും ചെയ്തു. അതിലിപ്പം ഇത് കാൽക്കുലേഷൻ തെറ്റിയത് ഇപ്പം അതിൻ്റെ ഒരു സൂചനയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊള്ളാനെന്ന് മറ്റു രാജ്യങ്ങൾക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതെ, ഈ പറയുന്നത് പോലെ വളരെ വേഗം കഴിഞ്ഞു പോകുന്നൊരു യുദ്ധം എന്നതായിരുന്നു അമേരിക്കയ്ക്കും ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ യുദ്ധത്തിലേക്ക് വരുമ്പോൾ അവർ വിചാരിച്ചിരുന്നത് ജനഹിതം ഈ ഭരണകൂടത്തിനെതിരാണ്. വളരെ വേഗം നടത്തുന്ന യുദ്ധത്തിലൂടെ അയത്തുള്ള ഖൊമേനിയെ ഈ പറയുന്ന അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടേക്കാം. ആ കൊല്ലപ്പെടുന്നതിന് ശേഷം വളരെ വേഗം വലിയൊരു ജനകീയ പ്രക്ഷോഭം ഇറാനിൽ ഉടലെടുക്കും. ആ ജനകീയ പ്രക്ഷോഭത്തിലൂടെ വലിയ രീതിയിലുള്ള ഭരണമാറ്റം സാധ്യമാകും. ഇറാൻ ഈ പറയുന്ന വലിയ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ വന്ന ഒരു ഭരണ സംവിധാനം പൂർണ്ണമായി ഇല്ലാതെയാകും. പക്ഷേ ഒരു ഷിയ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ ആത്മീയ നേതാവ് കൂടിയാണ് ഖമേനി. അപ്പോൾ ഒരാളെ കൊല്ലപ്പെടുമ്പോൾ അതും പുണ്യ റംദാൻ്റെ മാസത്തിൽ കൊല്ലപ്പെടുമ്പോൾ അത് വലിയ ഒരു രക്തസാക്ഷി പരിവേഷമാണ് ആദ്യം ഉണ്ടാകുന്നത്.